പ്രസന്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു നല്ല CCTV ക്യാമറ മേടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീട്ടിൽ ആരും ഇല്ലാതപ്പോ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ സേഫ്റ്റി വൈസ് നോക്കണമെങ്കിലും എല്ലാ വീട്ടിലും ഒരു നല്ല CCTV ക്യാമറ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെയുള്ള മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ക്യാമറ മേടിച്ചു കഴിഞ്ഞിട്ട് ഫോട്ടേജ് ക്ലാരിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ വൈഫൈ ഡിസ്കണക്ട് ആവും, അല്ലെങ്കിൽ റെക്കോർഡ് ആയ വീഡിയോ സേവ് ആവത്തില്ല. ഇങ്ങനെ കുറെ പ്രോബ്ലംസ് കാണും. മാർക്കറ്റിലുള്ള കുറെ ഓപ്ഷൻസിനെ റിസർച്ച് ചെയ്ത് ടോപ്പ് റേറ്റിംഗ്സ് ആൻഡ് ഗ്രേറ്റ് റിവ്യൂസ് ഉള്ള ഈ 4 CCTV ക്യാമറാസിനെ എടുത്ത് റിയൽ ടൈമിൽ ടെസ്റ്റ് ചെയ്യുക. ലൈക്ക് വീഡിയോ ക്ലാരിറ്റി, നൈറ്റ് വിഷൻ, മോഷൻ ട്രാക്കിംഗ് ആൻഡ് ആപ്പ് യൂസേജ് എല്ലാം കമ്പയർ ചെയ്ത് എത്ര ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ്. ഈ ക്യാമറാസ് ഞങ്ങൾക്ക് ആരും സ്പോൺസർ ചെയ്തതല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്ത് ഫൈനലായിട്ട് ഞങ്ങൾക്ക് ഓണസ്റ്റ് റിവ്യൂസ് മാത്രമേ ഷെയർ ചെയ്യുക. ഈ ക്യാമറ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇനി ലേറ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഞങ്ങളുടെ അടുത്ത് 4 ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ ടാപ്പോ, ഐമോ, CP+ ആൻഡ് ക്യൂബോ. ഫസ്റ്റ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കണ്ട ടാപ്പോ ആൻഡ് ഐമോ ബിൽഡ് ക്വാളിറ്റി വൈസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ നല്ല പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഈവൻ ഇതിൽ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കൊള്ളാം. സ്പെഷ്യലി ഐമോ ആണെങ്കിൽ ഒരു യുണീക്ക് എഗ് ഷേപ്പിൽ കാണാൻ ക്യൂട്ട് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഇനി ക്യൂബോ ആണെങ്കിൽ കാണാൻ ഒരു മിനി റോബോട്ട് പോലെ ഉണ്ട് ആൻഡ് സ്ട്രോങ് ആൻഡ് നല്ല പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ലാസ്റ്റ് CP+ നോക്കിയാൽ ഇതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതല്ല. ഈ എല്ലാ CCTV ക്യാമറാസും സെറ്റപ്പ് വൈസ് വൈഫൈ ബേസ്ഡ് CCTV ക്യാമറാസ് ആണ്. മീനിങ് ഇതിനെ ഞങ്ങളുടെ മൊബൈൽ കൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ഇതിന്റെ അക്കൗണ്ട് സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാ ക്യാമറാസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ സ്കാൻ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ പ്രോസസ് മുഴുവനും ഒരു 10 to 15 മിനിറ്റ്സ് ടൈം എടുക്കും. സോ പ്രത്യേകിച്ച് ടെക്നിക്കൽ നോളജ് ഒന്നും വേണ്ട. ഇനി ഈ ക്യാമറാസിന്റെ പ്ലേസ്മെന്റിനെ കുറിച്ച് നോക്കിയാൽ ഇൻഡോർ ആയാലും ഓർ ഔട്ട്ഡോർ ഏരിയയിലായാലും ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. വൺസ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഷ്വലി എങ്ങനെയുണ്ടെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഇപ്പൊ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് കണ്ട ഈ 4 ക്യാമറാസിലും 360 ഡിഗ്രി സ്പാൻ, അപ്പ് ആൻഡ് ഡൗൺ ടിൽറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ജനറൽ ആയിട്ട് സ്റ്റാറ്റിക് ക്യാമറാസ് ആണെങ്കിൽ ഒരു ആംഗിൾ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഒരു ക്യാമറ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ലിവിംഗ് റൂമിനെ കവർ ചെയ്യാം. സോ വീട്ടിൽ കിഡ്സ് എവിടെ ഉണ്ടെന്ന്, പെറ്റ്സ് കോർണറിലോട്ട് പോയാലും ക്യാമറ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലൈവിൽ കാണാം. ഇനി വീഡിയോ റിസൊല്യൂഷൻ വൈസ് കണ്ട ക്യൂബോ ആൻഡ് CP+ 2K വീഡിയോ റിസൊല്യൂഷൻ കൊണ്ടാണ് വരുന്നത്. അന്ന് പറഞ്ഞ 3 മെഗാപിക്സൽ റിസൊല്യൂഷനെ കാണാം. ഐമോ ആൻഡ് ടാപ്പോ ആണെങ്കിൽ ഫുൾ HD റിസൊല്യൂഷൻ കൊണ്ടാണ് വരുന്നത്. ജനറൽ ആയിട്ട് പറയണമെങ്കിൽ 2Kന്റെ ക്ലാരിറ്റി ഫുൾ HDനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ചില പ്രാവശ്യം ഫുൾ HD ക്യാമറ ആയാലും സെൻസർ ക്വാളിറ്റി കൊള്ളാമെങ്കിൽ 2K വിഷ്വൽസിന്റെ പോലെ നല്ല ബെറ്റർ വിഷ്വൽസ് തരും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇപ്പൊ ഡേ ടൈമിൽ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പേഴ്സന്റെ 5 feet, 10 feet ആൻഡ് 15 feet ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറഞ്ഞു. അവരുടെ ഫേസ് ക്വാളിറ്റി ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ക്യാമറാസ് എല്ലാം സെയിം ടൈമിൽ സെയിം ലൈറ്റ് കണ്ടീഷൻസിൽ ഒരേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് 5 feet ഡിസ്റ്റൻസിൽ ചെക്ക് ചെയ്ത എല്ലാത്തിലും ഫേസ് ക്ലാരിറ്റി കൊള്ളാം. അങ്ങനെ തന്നെ ടെക്സ്റ്റ് ക്ലാരിറ്റി കണ്ട സ്മോൾ ടെക്സ്റ്റ് ആൻഡ് ലാർജ് ടെക്സ്റ്റ് രണ്ടും ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. സോ ഈ 4 ക്യാമറാസിൽ ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് 10 feet ഡിസ്റ്റൻസിൽ കണ്ട ടാപ്പോ ആൻഡ് CP+ൽ ഫേസ് ക്ലാരിറ്റി ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റിയും കൊള്ളാം. ഇനി ക്യൂബോയിൽ ഫേസ് ക്ലാരിറ്റി കുറച്ച് പിക്സലേറ്റ് ആയി ആൻഡ് ഐമോയിലാണെങ്കിൽ ഫേസ് ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിട്ട് പിക്സലേറ്റ് ആയി. ഇനി ലാസ്റ്റ് 15 feet ഡിസ്റ്റൻസിൽ കണ്ട ടാപ്പോയിൽ ഫേസ് ക്ലാരിറ്റി ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് CP+ ആൻഡ് ക്യൂബോ, ഈ രണ്ടിലും വിഷ്വൽസ് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ഐമോയിലാണെങ്കിൽ ഫേസ് ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിട്ട് പിക്സലേറ്റ് ആയി. സോ ഓവറോൾ ആയിട്ട് ഡേ ടൈം ഒബ്സർവേഷനിൽ ടാപ്പോ, ക്യൂബോ ആൻഡ് CP+ നന്നായിട്ട് പെർഫോം ചെയ്തു. നെക്സ്റ്റ് നൈറ്റ് വിഷൻ ടെസ്റ്റ്. സോ ഇപ്പോൾ നൈറ്റ് ടൈം അതും 0 ലൈറ്റ് കണ്ടീഷനിൽ ക്യാമറാസ് എല്ലാം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് 5 feet ഡിസ്റ്റൻസിൽ ചെക്ക് ചെയ്ത എല്ലാ ക്യാമറാസിന്റെ ക്ലാരിറ്റി കൊള്ളാം. പക്ഷെ എല്ലാത്തിനേക്കാൾ ടാപ്പോയിന്റെ ക്ലാരിറ്റി നന്നായിട്ടുണ്ട്. ഇനി ക്യൂബോയിൽ വിഷ്വൽസ് കുറച്ച് പിക്സലേറ്റ് ആയി. പക്ഷെ ഫേസ് ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. ഇപ്പൊ 10 feet ഡിസ്റ്റൻസിൽ കണ്ട റിസൾട്ട്സിൽ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് കാണാം. ക്യൂബോയിൽ ഫേസ് ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. അവിടെ ആരുണ്ടെന്ന് അറിയാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ടാപ്പോ, CP+ ആൻഡ് ഐമോ ഈ മൂന്നും ഡീസെന്റ് ആയിട്ട് പെർഫോം ചെയ്യുക ആൻഡ് വിഷ്വൽ ക്ലാരിറ്റിയും മെയിൻറ്റെയിൻ ആയി. ഇനി ഫൈനൽ ആയിട്ട് 15 feet ഡിസ്റ്റൻസിൽ കണ്ട ക്യൂബോ കംപ്ലീറ്റ് ആയിട്ട് പിക്സലേറ്റ് ആയി. അങ്ങനെ തന്നെ വിഷ്വൽസും ബ്ലർ ആയിപ്പോയി. ഐമോയിൽ ഫേസ് ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി കുറച്ച് പിക്സലേറ്റ് ആയി.
ബട്ട് ടാപ്പോ ആൻഡ് CP+ ഈ രണ്ടിലും ഫേസ് ആൻഡ് ടെക്സ്റ്റ് ക്ലാരിറ്റി കൊള്ളാം. സോ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ നൈറ്റ് ടൈം ഡിസ്റ്റൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ടാപ്പോ ആൻഡ് CP+ ഈ രണ്ടും റിലയബിൾ ആയിട്ട് വർക്ക് ആവുക. ഇപ്പൊ മെമ്മറി കാർഡ് സപ്പോർട്ട് കണ്ട ഈ 4 ക്യാമറാസിൽ SD കാർഡ് സപ്പോർട്ടും കൊണ്ടാണ് വരുന്നത്. നെക്സ്റ്റ് ക്യൂബോ, CP+ ആൻഡ് ഐമോ ഈ മൂന്നിലും അപ് ടു 256GB സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുക. പക്ഷെ ടാപ്പോ ആണെങ്കിൽ ഞങ്ങൾ കാണുന്ന ഈ മോഡലിൽ ഓൺലി 128GB സ്റ്റോറേജ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നോർമൽ ആയിട്ട് ഞങ്ങൾ ഫുൾ HD ക്യാമറ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൽ 128GB കാർഡ് വെച്ചാൽ ഞങ്ങൾ അപ് ടു 10 to 14 days ഫുട്ടേജ് സ്റ്റോർ ചെയ്യാം. 2K റെസൊല്യൂഷനിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ഡേറ്റ കൺസ്യൂം ചെയ്യുന്നത് കാരണം ഞങ്ങൾ 128GB കാർഡ് വെച്ചാൽ മാക്സ് 7 to 10 days ഫുട്ടേജിന് മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. പക്ഷെ റെക്കോർഡിംഗ് ഡേയ്സിന് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ യൂസേജിന് അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് മോഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റ്. ഒരു പേഴ്സൺ ഓർ ഓബ്ജക്ട് ക്യാമറ ഫ്രെയിമിലോട്ട് വരുമ്പോൾ അത് ഉടനെ ഡിറ്റക്ട് ചെയ്ത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഫോണിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നോക്കാം. ഐമോ ആൻഡ് ടാപ്പോ കണ്ട പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ആര് വന്നാലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരിക. പക്ഷെ ക്യൂബോ ആൻഡ് CP+ൽ നോട്ടിഫിക്കേഷൻ ഡെലിവറി കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഇവിടെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ക്യൂബോയിൽ നൈറ്റ് ടൈം ഫാസ്റ്റ് ആയിട്ട് അലേർട്ട് നോട്ടിഫിക്കേഷൻസ് വരിക. ആരും ഇല്ലെങ്കിലും കുറച്ച് ലൈറ്റ് ചേഞ്ച് ആയാലും ഈവൻ ബഗ്സ് ഉണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇത് കാരണം ശരിക്കും ആരെങ്കിലും വന്നാ അല്ലെങ്കിൽ വീട്ടിൽ എന്താവുകയെന്നറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഓട്ടോ ട്രാക്കിംഗ്. ഇപ്പൊ ഈ ക്യാമറാസ് എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ കണ്ട ടാപ്പോ, ഐമോ ആൻഡ് ക്യൂബോ ഈ 3 ക്യാമറാസിലും ട്രാക്കിംഗ് കൊള്ളാം. ടാപ്പോ ആൻഡ് ഐമോ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. പക്ഷെ CP+ന് ഓട്ടോ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റിയില്ല. ഈവൻ നൈറ്റ് ടൈമിൽ 0 ലൈറ്റ് ഉണ്ടെങ്കിലും ക്യാമറ സ്മൂത്ത് ആയിട്ട് ട്രാക്ക് ചെയ്യുക. ബട്ട് CP+ൽ ക്യാമറ ട്രാക്കിംഗ് അത്രയും ഇല്ല. നിങ്ങൾക്ക് ക്യാമറ ട്രാക്കിംഗ് വേണമെങ്കിൽ ഐമോ ആൻഡ് ടാപ്പോ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താന്ന് വെച്ചാൽ 2-way ടോക്കിംഗ് ഫീച്ചർ. ഞങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ക്യാമറ യൂസ് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ തന്നെ ആ സറൗണ്ടിങ്ങിലുള്ള വോയിസസ് എല്ലാം കേൾക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. This is the mic quality test from Tapo CC camera. This is the mic quality test from Tapo CC camera. This is the mic quality test from IMO CC camera. This is the mic quality test from IMO CC camera. This is the mic quality test from CP+ CC camera. This is the mic quality test from CP+ CC camera. This is the mic quality test from Cubo CC camera. This is the mic quality test from Cubo CC camera. ഇവിടെ അബ്സർവ് ചെയ്ത ഈ 4 ക്യാമറാസിലും മൈക്ക് ക്വാളിറ്റി ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് കണ്ട ക്യൂബോ ആൻഡ് ഐമോ ഈ രണ്ടിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഇപ്പൊ സ്പീക്കർ ഔട്ട്പുട്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്തെ ആൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കേൾക്കുവാന്ന് നോക്കാം. This is the speaker quality test from Tapo CC camera. This is the speaker quality test from Tapo CC camera. This is the speaker quality test from IMO CC camera. This is the speaker quality test from IMO CC camera. This is the mic quality test from CP+ CC camera. This is the mic quality test from CP+ CC camera. This is the speaker quality test from Cubo CC camera. This is the speaker quality test from Cubo CC camera. ഈ ടെസ്റ്റിൽ ഞങ്ങൾ അബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഐമോ ആൻഡ് ടാപ്പോ ഈ 2 ക്യാമറാസിലും സ്പീക്കർ ക്വാളിറ്റി വളരെ നല്ലതാണ്. നെക്സ്റ്റ് CP+ കുറച്ച് ലൗഡ് ആണ്. ആൻഡ് ക്യൂബോയിൽ സ്പീക്കർ ഓഡിയോ ലോ ആയിട്ടുണ്ട്. ആൻഡ് വോയിസ് ക്ലാരിറ്റിയും ആവറേജ് ആണ്. ഇപ്പോൾ ഈ എല്ലാ ടെസ്റ്റ് അബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫൈനൽ റിസൾട്ട്സിൽ ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ടാപ്പോ. എന്താന്ന് വെച്ചാൽ ഇത് എല്ലാ ടെസ്റ്റിലും കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതിന്റെ ഡേ ടൈം ക്ലാരിറ്റി, നൈറ്റ് വിഷൻ ഓർ മോഷൻ ട്രാക്കിംഗ് ആയാലും ടാപ്പോ പെർഫോമൻസ് റിലയബിൾ ആയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ഐമോ. ഇതും എല്ലാ ടെസ്റ്റിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഈ ക്യാമറ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക്സ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പ്രൈസിൽ ഒരു ഡിഫറൻസും കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വീഡിയോസ് ചെയ്യാൻ കുറച്ച് സപ്പോർട്ട് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.